ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളുടെ ലഞ്ച് ബോക്സ് അതിലേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് 2 ബ്രേക്ക് ഉണ്ടാവും, ഷോർട്ട് ബ്രേക്കും ലോങ് ബ്രേക്കും. അപ്പോൾ ലോങ് ബ്രേക്ക് മീൻസ് ലഞ്ച് ബ്രേക്ക്. ലഞ്ച് ബ്രേക്കിലേക്കാണ് മെയിനായിട്ട് എന്തെങ്കിലും നമ്മൾ കാര്യമായിട്ട് ഇത്തിരി ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ്. ഇന്നിപ്പോൾ ഷോർട്ട് ബ്രേക്കിന് ലൈറ്റായിട്ട് കൊടുത്തയച്ചാൽ പോരാ, വളരെ ലൈറ്റല്ല, കുറച്ച് കാര്യമായിട്ട് തന്നെ വേണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഒരു സെഷനുണ്ട്, അതിലേക്ക് വേണ്ടി ഇതുണ്ടല്ലോ സാൻഡ്വിച്ച് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനിങ് എറ്റിക്കേറ്റ്, അതായത് നമ്മുടെ ഡൈനിങ് ഇതില്ലല്ലോ ടേബിൾ മാനേഴ്സ്, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സെഷനാണ്. അപ്പോൾ അതിലേക്ക് സാൻഡ്വിച്ചാണ് അവൾക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ നേരത്തെ ആ ഒരു സ്വീറ്റ് കോൺ വേവിക്കാൻ വെച്ചതും അതുപോലെ തന്നെ ക്യൂക്കമ്പറും ബാക്കിയുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടത്. വേവിച്ച് വെച്ച സ്വീറ്റ് കോണിൻ്റെ കൂടെ ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, കുക്കുംബർ, ഒനിയൻ, ടൊമാറ്റോ, അതുപോലെ തന്നെ 2 കളേഴ്സുള്ള ബെൽ പെപ്പേഴ്സും ചേർക്കാം. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ കുറച്ച് മയനീസും കുറച്ച് നുള്ളുപ്പും പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ചിലുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ട് ബാക്കി നമ്മളുടെ മെയിൻ ബ്രേക്കിലേക്കുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അവരുടെ വയറ് നിറയാൻ ഈ ഒരു സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഗ്രീൻ പീസ് കറിക്കുള്ളത് നോക്കി. ഗ്രീൻ പീസ് ഞാൻ ആദ്യം തന്നെ വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഇതൊക്കെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇത്രയാണ് ഇട്ടത്. വേറെ ഗരം മസാല ഒന്നും ഇട്ടില്ല. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചു. നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടാണ് തിളപ്പിക്കുക. അപ്പോൾ ഗ്രീൻ പീസ് കറി റെഡിയായി. പിന്നെ വേഗം ചപ്പാത്തിയും റെഡിയാക്കി. അപ്പോൾ ഇതങ്ങോട്ട് വേഗം ടിഫിൻ ബോക്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ബാക്കി ആ ഒരു സാൻഡ്വിച്ചിൻ്റെ പണിയിലേക്ക് കിടക്കാൻ വെച്ചിട്ട്. അപ്പോൾ സാൻഡ്വിച്ച് ഞാൻ വേഗം തന്നെ ഉണ്ടാക്കി. അപ്പോൾ മോൾക്ക് കൊണ്ടുപോകണം. അപ്പോൾ മോൻ പറഞ്ഞു അവനും അത് തന്നെ മതി കേട്ടോ, അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെയൊക്കെ കൊണ്ടുപോകാൻ. അപ്പോൾ ഇത് ഇത്തിരി ഇങ്ങനെ വയറ് നന്നായിട്ട് നിറഞ്ഞിരിക്കും. ഷോർട്ട് ബ്രേക്കിനായാലും കഴിച്ച് തീർക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. വേഗം കഴിക്കാൻ പറ്റില്ലല്ലോ ഷോർട്ട് ബ്രേക്കിന്. ഞാൻ എന്തെങ്കിലും സ്നാക്സ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ കൊടുത്തയച്ചപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ മോൻ പറഞ്ഞു അവനും വേണമെന്ന്. അപ്പോൾ ഞാൻ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്തു. എന്നിട്ടാണ് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ അത് ക്ലോസ് ചെയ്തു. അപ്പോൾ അവർക്കത് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞ കാരണം ഇത് വേഗം അവർക്ക് എടുത്തു കൊടുത്തു കേട്ടോ, കട്ട് ചെയ്തിട്ട്. പിന്നെ ഞാൻ വീണ്ടും ഉണ്ടാക്കി 2 ബ്രെഡും കൂടി എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട്. അപ്പോൾ മോൾക്ക് അതിൽ ലെറ്റ്യൂസ് വെക്കണം. അപ്പോൾ ഓക്കെ, ലെറ്റ്യൂസ് ഇരിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ വാങ്ങിയതെന്ന് വെച്ചാൽ ചെറിയ ലെറ്റ്യൂസാണ് കേട്ടോ. കണ്ടാൽ തനി ക്യാബേജ് പോലെ ഇരിക്കും, പക്ഷേ ക്യാബേജ് കാണാൻ നല്ല ലുക്കാണ്, നല്ല ഭംഗിയാണ്. ആ ക്യാബേജിൻ്റെ ഓരോരോ ഇതുകളും എന്താ പറയുക, അതിങ്ങനെ പൊതിഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഇതൊരു മാതിരി വൃത്തിയില്ലാണ്ട് ഇരിക്കണ പോലെ, ചുരുണ്ട് കൂടിക്ക് ഇരിക്കണ പോലെയല്ലേ ഈ സംഭവത്തിൻ്റെ ഇരിക്കുക. അപ്പോൾ ചെറുതുമാണ്, ക്യാബേജിൻ്റെ അത്ര വലിപ്പമുള്ളൂ. അപ്പോൾ അധികം ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് അതിൽ വെച്ചിട്ട് മോൾക്കും ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ സാൻഡ്വിച്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള സാൻഡ്വിച്ച് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ മെയിൻ കോണ്ടൻറ്റ്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.